കൃഷ്ണപുരം തെക്കൻകാവ് ശ്രീ വനദുർഗ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം തെക്കൻകാവ് ശ്രീ വനദുർഗാദേവി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം ക്ഷേത്രം തന്ത്രി പുറപ്പേരില്ലം നാരായണൻ വാസുദേവൻ നമ്പൂതിരി നിർവഹിച്ചു. ക്ഷേത്രത്തിലെ നടപ്പന്തലിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിച്ചു. നമ്മോടൊപ്പം ഉള്ള ഏറ്റവും ദുർബലനായ മനുഷ്യനെ അവന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. അവനെ ആലുവ മടപ്പുറത്ത് പോലും വെച്ച് കണ്ടിട്ടില്ല എന്ന് ഒരു പ്രതീകമായി നിങ്ങൾ പ്രവർത്തിച്ചാൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. എ ഫ്രണ്ട് ഈസ് നിങ്ങളുടെ ഫ്രണ്ട് ഇൻഡിയർ എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലേ? ആപത്തിൽ ഉപകരിക്കുന്നവരാണ് സുഹൃത്ത്, ആപത്ത് ഘട്ടങ്ങളിൽ ഉപകരിക്കുന്നവരാണ് സുഹൃത്ത്. അങ്ങനെ ഏറ്റവും ദുർബലനായ മനുഷ്യനെ സ്നേഹം കൊണ്ട്, ആ സ്നേഹത്തിന്റെ പാശം കൊണ്ട് ചേർത്ത് അടുപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയും. ഒട്ടേറെ സന്ദേശങ്ങളുണ്ട്. എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി നമുക്കെല്ലാം ഉണ്ടാകും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണൻ പറഞ്ഞ പോലെ ധർമ്മപക്ഷത്ത് നിൽക്കാം. പുരാണങ്ങൾ നമ്മൾ എങ്ങനെ നല്ല രീതിയിലേക്ക് നമ്മളെ നയിക്കാം എന്ന് പറഞ്ഞു തരുന്നതാണ്. അല്ലാതെ ശ്രീരാമൻ അമ്പടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ കഥ. അതിനൊന്നും അവിടെ യാതൊരു പ്രസക്തിയില്ല. പുഷ്പവൃഷ്ടി നടന്നു, ഇതൊക്കെ നമുക്ക് കഥയിലൂടെ പറഞ്ഞു തരികയാണ്. കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അതിനകത്ത് ലേശം പഞ്ചസാര കൂടിയിട്ട് കൊടുക്കുന്ന പോലെ നല്ല കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്. ഞാനിത് പറഞ്ഞു തരുന്നത് അറിവാണ് ആധിപത്യത്തിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ നോട്ടത്തിൽ. അല്ലാതെ അല്പമാത്രമായിരിക്കുന്ന വസ്തുക്കളിൽ മേലിലോ ഒരു രാജ്യം പിടിച്ചടക്കിയിട്ട് അതാണ് അധികാരമെന്ന് പറഞ്ഞവരല്ല നമ്മുടെ പൂർവികർ. പിന്നെയോ പരമമായിരിക്കുന്ന ജ്ഞാനമാണ് ആ അധികാരത്തിൻ്റെ മാനദണ്ഡം. മുമ്പ് ഇവിടെ വില്ലൊടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ആ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ആ വില്ലൊടിക്കുന്നതിൻ്റെയൊക്കെ ആ ശരിയായ താത്വികമായിരിക്കുന്ന അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകത്തില്ല. നിന്ന് ഭക്ഷണം കഴിച്ചില്ലേലും വേണ്ടതില്ല, ഇവിടെ നിന്ന് കേൾക്കാമെന്ന് വിചാരിക്കും. അത്ര ഗഹനമായിട്ടാണ്, അത്ര സംഭവബഹുലമായിട്ടാണ്, ഇത്ര ശാസ്ത്രീയമായിട്ടാണ് നമ്മുടെ ഇതിഹാസങ്ങളും നമ്മുടെ വേദവും ഇതിഹാസങ്ങളും 18 പുരാണങ്ങൾ. ഇതിൽ പറയുന്ന എല്ലാ കഥകളും എന്ന് പറഞ്ഞാൽ കാലത്തോട് ചേർത്ത് വെച്ച് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വിജയം കണ്ടെത്താവുന്നതാണ്. കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പരബ്രഹ്മ മിഷൻ ചെയർമാൻ സ്വാമി സുനിൽ സിതാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രശ്മി ജിആർ പങ്കെടുത്തു. തുടർന്ന് കാവിലമ്മയുടെ ഐതിഹ്യ പ്രകാശനം നിർവഹിച്ചു. വിവേക് കൃഷ്ണപുരം ക്ഷേത്രതന്ത്രിക്ക് കൈമാറിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. തുടർന്ന് ആചാര്യവരണം, യജ്ഞ സമാരംഭം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി പുറപ്പേരില്ലം നാരായണൻ വാസുദേവൻ നമ്പൂതിരി, യജ്ഞാചാര്യൻ മുട്ടത്തറ സതീഷ് ചന്ദ്രൻ, ക്ഷേത്രമേൽശാന്തി സി സജിത് എലഞ്ഞിക്കൽ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സപ്താഹയജ്ഞത്തിന്റെ 1ാം ദിവസമായ ബുധനാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഹരിനാമ കീർത്തനം, ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമ ജപം, ഗ്രന്ഥ നമസ്കാരം, സമൂഹ പ്രാർത്ഥന, ഭാഗവത പാരായണം, വരാഹ അവതാരം, പ്രസാദമൂട്ട് തുടങ്ങിയവ നടന്നു. പാദസരോജം അകമേ വിലസുത നാരായണ ജയ. ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CDNet ന്യൂസ്, കൃഷ്ണപുരം.